ബുദ്ധിയും ബോധവും ഇല്ലാത്ത കണ്ടസ്റ്റന്റ് ആയിട്ട് ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആരെയാ? ബുദ്ധിയും ബോധവും എന്നുള്ള സാധനം വെച്ച് ചോദിക്കുകയാണെങ്കിൽ അത് ആര്യൻ. ബോധമില്ലാതെ കളിക്കുന്നുണ്ട്, ബോധമില്ലാതെ കളി. പിന്നെ പ്രത്യേകിച്ച് ലാലേട്ടനെ പോയി ചൊറിയ. അതെ 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 അതെ. അത് ഈ AHD സിംപ്റ്റംസ് എന്തൊക്കെയോ ഉള്ളത്, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട് ആ കൊച്ചിന്. അത് എവിടെയൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ആ രീതിയിലാണ് അത് കാണാനും പറ്റുന്നത്. സോ അങ്ങനെ ബുദ്ധിയും ബോധവും ഇല്ലാന്ന് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്, ബോധമില്ലാതെ തന്നെയാണ്. കാരണം അവർക്ക് ഇത്രയും പേര് നിശ്ചയിച്ച് കൊടുത്ത ഒരു ഗെയിം അവർ കൊണ്ടുവന്ന് ഫ്ലോപ്പ് ആക്കിയിട്ട് വന്നു. അവൻ ആ തല മുട്ട അടിച്ചിരുന്നെങ്കിൽ അവൻ ഇന്ന് ഹീറോ ആയിരുന്നു, 100% അവൻ ഹീറോ ആയിരുന്നു. പക്ഷെ അവൻ അത് ചെയ്തില്ല. അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഇതായിട്ട് റെസ്പോൺസിബിലിറ്റിയിൽ പോയതാണ് ജിസേലും ആര്യനും. അവർ രണ്ടുപേരും അത് ചെയ്തില്ല. പിന്നെ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അന്ന് കൊടുത്ത ഗെയിം മൗനമായിട്ടിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ബിഗ് ബോസിനോട് പോലും മിണ്ടാത്ത രീതിയിൽ. കാരണം അനീഷ് കളിക്കുന്നത് ബിഗ് ബോസിനോട് ഓഡിയൻസിന്റെ അടുത്ത് വീട്ടുകാരെടുത്തോ 3 പേരെടുത്ത് ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 ഗ്യാങ് ആയിട്ടാണ്. ഒന്ന് GV ടീം, ഒന്ന് AM ടീം. എന്ന് വെച്ചാൽ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, പിന്നെ അനുമോളുടെ ടീമിലുള്ളത് അനുമോള്, ആദില, നൂറ. അപ്പൊ ഇതെന്താണ് ഈ 2 ഗ്യാങ് ആയിട്ട് ഇവരെന്ത്? എന്നെ സംബന്ധിച്ചിടത്തോളം 2 അല്ല 3. ഇത് യഥാർത്ഥത്തിൽ 3 വന്നത്. ആദില, നൂറ, അനുമോള്, അതുപോലെ നമ്മുടെ അക്ബറും ജിസേലും. പിന്നെ ഉള്ളത് ഒരു ജിസേല്, ആര്യൻ, റെന. ബിന്നിയൊക്കെ ആ ഒരു ഗ്യാങ്ങിലോട്ട് കയറിയില്ലേ? ബിന്നി ഇപ്പൊ കയറിയത്. ജിസേൽ 2 ഗ്യാങ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു മിടുക്ക് അവള് കാണിച്ചിട്ടുണ്ട്. കാരണം അവിടെയുള്ള ആണുങ്ങളെല്ലാത്തിനെയും കയ്യിലെടുത്തിട്ടുണ്ട്. പിന്നെ പാടവള്ളിന്ന് അവര് വിളിക്കണതിലൊന്നും ഒരു തെറ്റും തോന്നണില്ല. കാരണം പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് അത് ജിസേലിന്റെ മിടുക്കും കൂടിയാണ്. അത് അവർക്ക് മിടുക്കുള്ളതുകൊണ്ടാണല്ലോ ഈ സീസണുകളിലൊന്നും അവർക്ക് ഇങ്ങനെ ആണുങ്ങളെ പുറകില് കൊണ്ടുവരാനായിട്ട് ഒരു സ്ത്രീകൾക്കും കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും അത് ഈ സീസണിൽ കഴിഞ്ഞത് അത് ജിസേലിന്റെ തന്നെ മിടുക്കായിട്ട് എനിക്ക് തോന്നുള്ളൂ. പിന്നെ ഉള്ളത് ബിന്നി ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ്, അനീഷ് ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ്. പക്ഷെ ബിന്നി നമ്മുടെ അക്ബർ ഗ്യാങ്ങിലുണ്ട്. ബിന്നി ശ്രമിക്കുന്നത് അവർ ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി. അതൊരു കളവാണ്. കാരണം ബിന്നിയുടെ ക്രിക്കറ്റ് രീതികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തികെട്ടൊരു ഗെയിമാണ്. എനിക്ക് ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ളതിലപ്പുറത്തേക്ക് ബിന്നി അവിടെ ചെയ്യുന്ന ആക്ടിവിറ്റികൾ എനിക്കൊരു എന്താ പറയുക, നമുക്കൊരു ഒരു പോസിറ്റീവോ നെഗറ്റീവോ എനർജി തരുന്നില്ല. പ്രത്യേകിച്ച് അവരെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ ബിന്നി എനിക്കൊരു നല്ലൊരു ഗെയിമറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ടാസ്കുകളിൽ മികച്ച പ്രകടനങ്ങൾ ബിന്നി മാക്സിമം കാഴ്ചവെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ബിന്നിയുടെ സെൻസിനെ പറ്റിയിട്ടാണ്. ബിന്നി ആലോചിച്ച് കളിക്കുന്ന ഗെയിമുകൾ ഭയങ്കരമായിട്ടുള്ള ഈ അത് ട്വിസ്റ്റ് ചെയ്ത് വിടാന്ന് പറയും. അല്ല അധികം പോകുന്നത് ഒരു ഡേർട്ടി ഗെയിം മോഡേൺ ആണ്. അത് നമുക്ക് അങ്ങോട്ട് എനിക്ക് പേഴ്സണലി ഇതെടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അത് നെവിനാണ്. നെവിൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു റിയാസ് സലീം ട്രാക്ക് പിടിക്കുന്നതാണോ, എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇനി എന്ത് വന്നെന്ന് പറഞ്ഞാലും ഒരു റിയാസ് സലീം പിടിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. അത് നമ്മളിപ്പോ ഞാനും കണ്ടസ്റ്റന്റ് ആയിട്ടിരുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ എനിക്ക് റിയാസ് സലീം അങ്ങനെ പറയാൻ വേണമെങ്കിൽ, അങ്ങനെയൊന്നും അല്ല. റിയാസ് സലീമിനെ ആർക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. റിയാസ് സലീം അങ്ങനെ അല്ല. ദയവ് ചെയ്തിട്ട് ആര് വന്നിട്ട് റിയാസ് സലീമിന് ഒരു ഫെമിനിൻ ഒരു സ്റ്റൈൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ സ്റ്റൈൽ ഇവൻ ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള ഒരുവിധം കുട്ടികളും അങ്ങനത്തെ സ്റ്റൈലുള്ള കുട്ടികളുണ്ട്. കമ്മ്യൂണിറ്റിക്ക് ഉള്ളിലുണ്ട്, പുറത്തുള്ളവരൊക്കെ ഉണ്ട്, പല സ്റ്റൈലിലുള്ളവർ. അപ്പോൾ ഈ ഒരു ആട്ടം, ഫെമിനിൻ ആട്ടം കാണുമ്പോൾ അപ്പം അത് റിയാസ് സലീമാണെന്ന് വെക്കരുത്. കാരണം റിയാസ് സലീമിൻ്റെ സെൻസോ റിയാസ് സലീം ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ ഒരു പെർസെൻറ്റേജോ പോലും അല്ല നെവിൻ ചെയ്യുന്നത്. നെവിൻ ചെയ്യുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. നെവിൻ്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് നെവിൻ ഒരു ആണ് കളിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. അല്ലെന്നുണ്ടെങ്കിൽ നെവിൻ ഇറങ്ങി പോകുന്ന സമയത്ത് റെപ്രസെൻറ്റേഷനെ പറ്റിയിട്ടൊന്നും സംസാരിച്ച് കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേഷനെ പറ്റി സംസാരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവൻ അതിൻ്റെ ഭാഗമല്ല, LGBT ഭാഗമല്ലെന്ന് പറയുകയോ ഒന്നും ചെയ്യത്തൊന്നുമില്ല. പ്രത്യേകിച്ച് നെവിൻ അതിനകത്ത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടൊന്നും പോയ ആളൊന്നുമല്ല. അയാളുടെ മാത്രം ഒരു വ്യക്തിത്വത്തിൽ അയാളുടെ തന്നെ എഫേർട്ടിൽ അതിന്റെ ഉള്ളിൽ കയറിയത് മാത്രമാണ്. കാരണം നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ജാൻമണി റെഫർ ചെയ്തിട്ടാണ് നെവിൻ ആണെങ്കിൽ ഈ സീസണിൽ വന്നിട്ടുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. അല്ല ജാൻമണിയും അഭിഷേകും അവരുടെ റീൽസിലൂടെയൊക്കെയാണ് ഞാനും കണ്ടിട്ടുള്ളത്. എനിക്കല്ലാതെ അയാൾ അറിയത്തില്ല. അവർ റെഫർ ചെയ്തിട്ടൊന്നുമല്ല. അയാളുടെ പ്രൊഫൈല് അയാൾ തന്നെ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് എവിടെയോ കിട്ടി. അതിനുശേഷം അയാൾക്ക് ഇന്റർവ്യൂ. ഇപ്പൊ എങ്ങനെ റെഫർ ചെയ്താലും നിനക്ക് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ട്. സോ ആരെങ്കിലും പുഷ് ചെയ്ത് അത് കിട്ടുമോ?
നിങ്ങളുടെ ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് നിങ്ങളിൽ കോണ്ടന്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആദ്യം വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവരൊരു സൂം മീറ്റിംഗ് വെക്കും. അത് ആരെങ്കിലും പുഷിലാണോ നടന്നത്? അതല്ല, ഹൈഡ് ആയിരിക്കണം എന്നല്ല അവർ പറയുന്നത്. നിങ്ങളുടെ കണ്ടന്റ് വെളിയിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ഇത് ഉണ്ടാവാനുള്ളൊരു ഇതുണ്ടാവണം. എന്താ പറയാ, നിങ്ങൾക്ക് അത് മത്സരിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം. അപ്പൊ നെവിനെ സംബന്ധിച്ചിടത്തോളം നെവിന്റെ ഈ ആട്ടങ്ങൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പബ്ലിക്കിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ അവർക്ക് കൂടുതൽ റീച്ച് ഉണ്ടാവും. അപ്പം അയാളുടെ വ്യക്തിത്വം തന്നെ അയാൾക്ക് കിട്ടിയിരിക്കണം. പക്ഷെ അത് റിയാസ് സലീമാണെന്ന് കണക്ട് ചെയ്യരുത് ഒരു കാരണവശാലും. അപ്പൊ ഈ സീസണിലാണെങ്കിൽ ബിഗ് ബോസ് സെലക്ട് ചെയ്ത കണ്ടസ്റ്റൻസ് പാളിപ്പോയി എന്ന് ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്? എനിക്ക് ഞാൻ ആദ്യം ബിഗ് ബോസിനകത്ത്, കാരണം ഈ സീസൺ ആണെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ഈ സീസൺ 7 ഭയങ്കര ഹൈപ്പ് തന്നിട്ടാണ്. ഇപ്പൊ 7ന്റെ പണി വരുന്നു, മറ്റേ സീസൺ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പ് തന്നിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു. പക്ഷെ ആ ഒരു ഇപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് സീസൺ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഫെയിലിയർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഈ പറഞ്ഞ എനിക്ക് 6th സീസൺ ആയിരുന്നു ഏറ്റവും ഫെയിലിയർ ആയിട്ട് ഫീൽ ചെയ്തൊരു സംഭവം. 6th സീസണിലെ വിന്നറിനെ നിശ്ചയിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് മൊത്തം മനസ്സിലായി ഏത് മണ്ടനും ഏത് പൊട്ടനും ആർക്ക് വേണമെങ്കിലും വന്ന് ഈ പരിപാടി ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് കൃത്യമായി പാറ്റേൺ മാറ്റുകയും ചേഞ്ച് ആക്കുകയും ഒരു സീസണുകളിലും ഇല്ല കേട്ടോ ഇത്രയും വീക്ക് ഈ കോസ്റ്റ്യൂമും കോസ്മെറ്റിക്കും കൊടുക്കാതെ ഇങ്ങനെ കണ്ടസ്റ്റൻസിനെ ഇട്ടിട്ട് ക്രൂശിച്ചത്. എനിക്ക് തോന്നുന്നു അത് മലയാളം ബിഗ് ബോസിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇടയ്ക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ നമ്മുടെ ടാസ്കിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇത് കൊടുക്കുന്നത്, പണിഷ്മെന്റ്സ് കൊടുക്കുന്നത്. ബട്ട് ഇത് ഓൾ വീടുകൾ നമുക്കിവിടെ നമുക്കിവിടെ നാറ്റം അടിച്ചില്ലായിരുന്നു അത് കണ്ടപ്പോ. 3 ദിവസമൊക്കെ സെയിം ഡ്രസ്. അതുമല്ല ഇപ്പം സീസണിൽ നിന്ന് പുറത്തിറങ്ങിയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഇപ്പം മുൻഷി രഞ്ജിത്ത്, പിന്നെ RJ ബിൻസി, കലാഭവൻ സരിക, ശാരിക ചേച്ചി. ഇപ്പൊ ഇവരോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, കാരണം ഇവരൊക്കെ 100 ദിവസത്തേക്കുള്ള ഡ്രസ്സായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ എങ്ങനെ പോയാലും ഒരു ദിവസം ഒരു ഡ്രസ്സിന് എങ്ങനെ പോയാലും ഒരു 500 to 1000 രൂപയ്ക്കകത്ത് വരും. കൂട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 100 ദിവസത്തെ ഡ്രസ് എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും ഒരു 1 lakhന് മേലെ ഇവർക്ക് ചെലവായി. അപ്പൊ പക്ഷെ ഇവര് ഒരാഴ്ച കൂടാതെ വീക്കെൻഡ് ഡ്രസ് അഡീഷണൽ ആണ്. പിന്നെ നമ്മുടെ ഈ 1000-നൊന്നും കിട്ടത്തില്ല. അതുപോലെ ആക്സസറീസ്, പെണ്ണുങ്ങളുടെ കാര്യം പിന്നെ നമുക്ക് പറയണല്ലോ. ആക്സസറീസ് അതിനൊക്കെ ഓരോ സാധനങ്ങൾ പോകുമ്പോ എങ്ങനെ പോയാലും അവരുടെ കയ്യിൽ നിന്ന് ഒരു 2 ലക്ഷത്തിന് മേലെ. അല്ല, എനിക്കറിയാം നൂറയുടെ ആദിലയുടെ ബാഗ് പാക്ക് ചെയ്തത് ഞാൻ ഞാൻ എത്ര ഡ്രസ്സ് അവിടെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അവരൊന്ന് ആലോചിച്ചു, 2 കണ്ടസ്റ്റൻസാ, ഒരാൾക്ക് തന്നെ 100 ഡ്രസ്സ് വേണം. ഇവർ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ടീം വിളിച്ചിട്ട് പറഞ്ഞു ഫുൾ ഡ്രസ്സും വേണം. നമ്മളൊന്നും നിന്ന സമയത്ത് അങ്ങനെ ഇല്ലായിരുന്നു. നമ്മളൊരു പകുതി ഡ്രസ്സ് കൊണ്ടുപോകും, നിൽക്കുന്നതിനനുസരിച്ച് അയച്ചു തരും. പക്ഷെ ഇതെല്ലാം വേണോന്ന് പറഞ്ഞു. കാരണം അതെല്ലാം അവർക്ക് ചെക്ക് ചെയ്ത് അവർക്ക് പിന്നീട് അതിനുള്ള ഒരു പ്രോസസ്സ് വെക്കാൻ പറ്റത്തില്ല. അവർ ഇപ്പൊ പാറ്റേണേ ഫുൾ ന്യൂ ആയി, പുതിയതായി. അതുകൊണ്ടിട്ടാണ് അവരങ്ങനെ ഇതായി. പക്ഷെ ഇത് വെച്ചപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാണ്ണവും ഭയങ്കരമായിട്ട് 4 ആഴ്ച കൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയി, കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. അതായത് മേക്കപ്പ് ഇല്ല, ഡ്രസ് ഇല്ല, ഇവരാകെ പാനിക്കായി. ഇപ്പൊ എല്ലാവരും വെളിയിൽ വരാൻ തുടങ്ങി. ഓരോരുത്തരുടെയും ഗെയിം പറഞ്ഞിട്ടില്ല, റിയൽ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ ഇതുവരെ അവരെല്ലാരും പിടിച്ചു നിന്നു. ഇപ്പൊ എല്ലാത്തിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യത്തിൽ മനുഷ്യന്റെ സ്വഭാവം മാറും.